നമസ്കാരം. മൂന്നാം കണ്ണ് ന്യൂസിലേക്ക് സ്വാഗതം. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഒരിക്കൽ കൂടി ആഞ്ഞുവീശിയ UDF തരംഗത്തിൽ ഇടതുകോട്ടകൾ നിലംപരിശായപ്പോൾ മന്ത്രിമാരുടെ അടക്കം നിയമസഭാ മണ്ഡലങ്ങളും LDFിനെ കൈവിട്ടു. 110 നിയമസഭാ മണ്ഡലങ്ങളിൽ UDF ഭൂരിപക്ഷം നേടിയപ്പോൾ 19 മണ്ഡലങ്ങളിൽ മാത്രമേ LDFിന് മേൽക്കൈ നേടാനായിട്ടുള്ളൂ. അതേസമയം കേരളത്തിൽ ആദ്യമായി ലോക്സഭാ സീറ്റ് പിടിച്ചെടുത്ത BJP 11 നിയമസഭാ മണ്ഡലങ്ങളിലാണ് ഒന്നാമതെത്തിയത്. ലോക്സഭയിൽ ഇടതുപക്ഷത്തിനൊപ്പം ഒരു സീറ്റ് നേടിയ BJP നിയമസഭയിലും ഇടതിനോട് ബലാബലത്തിൽ നിൽക്കുന്ന സ്ഥിതി കേരള രാഷ്ട്രീയത്തിൽ പുതിയ സൂചനയാണ് നൽകുന്നത്. 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നിയമസഭാ മണ്ഡലങ്ങളിലെ വോട്ട് കണക്ക് പരിശോധിക്കുമ്പോൾ 123 സീറ്റുകളിൽ UDF ലീഡ് നേടിയിരുന്നു. 16 സീറ്റുകളിൽ അന്ന് LDF ലീഡ് നേടിയപ്പോൾ തിരുവനന്തപുരം മണ്ഡലത്തിൽ ഉൾപ്പെട്ട നേമത്ത് BJPക്കായിരുന്നു ഭൂരിപക്ഷം. മന്ത്രിമാരുടെ മണ്ഡലത്തിലടക്കം ഇത്തവണയും UDF ഭൂരിപക്ഷം നേടി. മുഖ്യമന്ത്രി പിണറായി വിജയൻ 1,00,000 വോട്ടിന് വിജയിച്ച ധർമ്മടത്ത് ഇത്തവണ LDFിന് 2616 വോട്ടിൻ്റെ ലീഡ് മാത്രമാണ് നേടാനായത്. 11 നിയമസഭാ സീറ്റുകളിൽ BJP ഒന്നാം സ്ഥാനത്ത് എത്തിയതിന് പുറമെ തിരുവനന്തപുരം, കോവളം, നെയ്യാറ്റിൻകര, ഹരിപ്പാട്, കായംകുളം, പാലക്കാട്, മഞ്ചേശ്വരം, കാസർഗോഡ് എന്നീ 8 മണ്ഡലങ്ങളിലും BJPക്ക് രണ്ടാം സ്ഥാനത്ത് എത്താനായി. BJP ഒന്നാമതെത്തിയ 11 മണ്ഡലങ്ങളിൽ മന്ത്രിമാരായ K. രാജൻ്റെ ഒല്ലൂർ, V. ശിവൻകുട്ടിയുടെ നേമം, R. ബിന്ദുവിൻ്റെ ഇരിങ്ങാലക്കുടയും ഉൾപ്പെടുന്നുവെന്ന് ഇടതുപക്ഷത്തിനെ ഞെട്ടിച്ചിട്ടുണ്ട്. മൂന്നാം കണ്ണ് ന്യൂസിനു വേണ്ടി ചന്ദ്രൻ മുല്ലശ്ശേരി.